നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടതാണ് എനിക്ക് തോന്നി. പൂർണ്ണമായും ഈ ചർച്ച അധ്യായം അടയ്ക്കുന്നു എന്നാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഏതായാലും അത് അങ്ങനെ തന്നെയാണ്. ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇതിൽ കടുത്ത എതിർപ്പ് അറിയിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നുള്ളൊരു വിവരങ്ങളാണ് വരുന്നത്. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞു. നിങ്ങൾ ഞാൻ തന്ന കടലാസിനടിയിലൊന്ന് നോക്കി ആരാ ഒപ്പിട്ടിരിക്കുന്നു. ഞാനാണ് ഈ വിഷയം അതായത് ആദ്യം ഉണ്ടായ സംഭവവും അതിനുശേഷം ഉണ്ടായ കാര്യവും ഡയറക്ടർ ബോർഡിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞാനാണ്, സജസ്റ്റ് ചെയ്തത് ഞാനാണ്. ഇത് തന്നെ മുന്നോട്ട് പോകണ്ടെന്നുള്ളത് ഭിന്നാഭിപ്രായം ഒന്നുമില്ല. ഒരു മനുഷ്യനും ഭിന്നാഭിപ്രായം. ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വമാണോ? സംസാരിക്കുന്നത് എൻ്റെ സമുദായത്തിനും എൻ്റെ പ്രസ്ഥാനത്തിനും വേണ്ടി അവർ സംസാരിക്കുന്ന ആർക്ക് വേണ്ടി എനിക്ക് അറിഞ്ഞുകൂടാ. തന്നെ ഈ റിലീസിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് മുൻപ് പലതവണ ഐക്യത്തിലേക്ക് പെടുകയും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഐക്യമില്ലാതായി പോയിരിക്കും. അപ്പോൾ ഈ വീണ്ടും അത്തരമൊരു സാഹചര്യം തന്നെ ഉണ്ടാകും എന്നൊരു നിരീക്ഷണം ആ റിലീസിനകത്തുണ്ടായിരുന്നു. അതല്ല, ഇത് കാരണം ഉണ്ടായിട്ട് തന്നെ നമ്മൾ പറയുന്നത്. അത് ഞങ്ങളുണ്ടാക്കിയ കാരണമല്ല, അവർ തന്നെ ഉണ്ടാക്കിയ കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അച്ഛനാകട്ടെ മകനാകട്ടെ ആരുമാണ് ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയം അതായത് നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗവുമായിട്ട് ചർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ തന്നെ അർത്ഥം ആർക്ക് വേണ്ടി അത് ശരിയില്ല. സാർ, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ SNDP ഒപ്പം ഉണ്ടോ ഈ രാഷ്ട്രീയ? ഞാനതൊന്നും ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങളും ഇത് കണ്ട കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകളാണ്. ഞങ്ങൾക്കൊരബദ്ധം വരാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും ഗാർഡനാണ്. ഈ ഐക്യം എന്ന ആശയം തന്നെ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് കരുതുന്നുണ്ടോ? അത് ഇപ്പം അങ്ങനെ തോന്നുന്നു, അത്രേ ഉള്ളൂ. സാർ, ഈ സർക്കാരിനോടുള്ള നിലപാടിലും ശബരിമല വിഷയത്തിലും അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആ നിലപാട് ഒരു മാറ്റമില്ല. ഇത് ഈ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലാം സമദൂരത്തിൽ അടിസ്ഥാനമാണ്. സർക്കാരിൻ്റെ കാര്യത്തിലായാലും പാർട്ടിയുടെ കാര്യത്തിലായാലും എല്ലാം സമുദായങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളെല്ലാവരോടും നല്ല സൗഹൃദം വെച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നല്ല കാര്യം, അദ്ദേഹത്തിന് അങ്ങനെ കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ്. ചില അടിസ്ഥാന മൂല്യങ്ങൾ ബലികഴിപ്പിക്കാതുള്ള ഐക്യമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് സാർ തന്നെ പറഞ്ഞു, ലീഗാണ് നേരത്തെ ഭിന്നത ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ SNDP സംഭരണ കാര്യത്തിലല്ലേ പറഞ്ഞു. അന്ന് സംഭരണ കാര്യത്തിൽ അതെല്ലാം പോയല്ലോ. സംഭരണത്തിന് ഒരു തീരുമാനം ഉണ്ടായില്ലേ. സൗഹൃദം തുടരും, എല്ലാവരുമായിട്ടും ഒരുപോലെ സൗഹൃദം തുടരും. എല്ലാ സമുദായ സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും എല്ലാം ചെയ്യും. പ്രതിപക്ഷ നേതാവിനെതിരെ ആയിരുന്നല്ലോ ചില കാര്യങ്ങളിൽ ഒരു ഐക്യം അഭിപ്രായം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അതെന്താ പറയുന്നത്? ഞാൻ പറഞ്ഞതെന്താ, അദ്ദേഹം എത്രയും പ്രായമുള്ള ഒരാളിനെ, ഒരു സമുദായ നേതാവിനെ ആവശ്യമില്ലാത്ത ഭാഷയിൽ ആരും വ്യാഖ്യാനിക്കുന്നത് ഏത് രാഷ്ട്രീയ നേതാവായാലും അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. ഏത് രാഷ്ട്രീയ നേതാവായാലും അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി മറ്റേ BD സതീശനാണെന്ന് ഞാനതിൽ പറഞ്ഞു. നിങ്ങളുടെ ഉണ്ടല്ലോ ഇതല്ലോ, എഴുതി തന്നതിനകത്തുകൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ കറക്ഷൻ കൊടുത്തതിനകത്ത് പറഞ്ഞു. എന്തിനാ ഞങ്ങൾ SNDP എന്നതുമായി ആലോചിക്കുന്നിടത്ത് മറുഭാഗത്ത് ഈ BD സതീശനെ കൊണ്ടുവരേണ്ട കാര്യം അയാളെ അങ്ങനെ വലുതാക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞതാണ്. ഈ ഐക്യ പ്രഖ്യാപന നീക്കത്തിന് പിന്നിൽ കോൺഗ്രസിനെതിരെ CPM-ന്റെ ഒരു നീക്കം എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ ഒരു ബോധ്യവും ഞാൻ അതിലൊന്നും ഇടപെടുകയില്ല. ഞാൻ അതിനകത്തൊന്നും പറയും. ഈ സംസ്ഥാന സർക്കാരിനോടും ശബരിമല വിഷയത്തിലും കാര്യമൊന്നും ഞാൻ പറയുന്നു. സംസ്ഥാന സർക്കാരിനോടും ശബരിമല വിഷയത്തിലും അതേ നിലപാട് തന്നെ തുടരുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേ പഴി തരും. ഇത് ആ ഒരു രൂപത്തിൽ വന്നില്ലല്ലോ. അത് വരുമ്പോഴേ അങ്ങ് ചീറ്റിപ്പോയില്ലേ. ഒരു അടഞ്ഞ അധ്യായമാണ്. ഇത് അടഞ്ഞ അധ്യായമാണ്. ഒന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട്. അങ്ങനെ അവരുടെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അവരുടെ സംഘടനയെ സ്നേഹിക്കുന്നവരാണ്.
അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കണ്ടിട്ടുമാണ്